ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനായി ഡെസ്ക്ടോപ്പിൽ ഇതുപോലെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് അഡോബ് ഫോട്ടോഷോപ്പ് CS2 എന്നെഴുതിയിരിക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ ഇതുപോലെ ഒരു വെൽക്കം സ്ക്രീൻ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് അഡോബ് ഫോട്ടോഷോപ്പ് CS2വിന്റെ പ്രത്യേകതകളും ട്യൂട്ടോറിയൽസും അതുപോലെ തന്നെ വെബ് സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോഷോപ്പ് വർക്ക് സ്പേസിലേക്ക് കടക്കാവുന്നതാണ്. അതിനായി ഇവിടെ കാണുന്ന ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം ഫോട്ടോഷോപ്പ് വർക്ക് സ്പേസിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും മുകളിലായി കാണുന്ന നീല നിറത്തിലുള്ള അഡോബ് ഫോട്ടോഷോപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ബാറിനെ ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. ടൈറ്റിൽ ബാറിന്റെ വലതുഭാഗത്തായി മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് എന്നീ ബട്ടണുകൾ നമുക്ക് കാണാവുന്നതാണ്. ടൈറ്റിൽ ബാറിന് താഴെയായി ഫയൽ, എഡിറ്റ്, ഇമേജ്, ലെയർ, സെലക്ട്, അതുകൂടാതെ ഫിൽട്ടർ, വ്യൂ, വിൻഡോ, ഹെൽപ്പ് എന്നിവ അടങ്ങിയിരിക്കുന്ന ഈ ബാറിനെ മെനു ബാർ എന്നാണ് പറയുന്നത്. വർക്ക് സ്പേസിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ഈ ബോക്സിനെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത്. ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ ടൂളുകളെല്ലാം ഈ ബോക്സിലാണ് അടങ്ങിയിരിക്കുന്നത്. നാം സെലക്ട് ചെയ്യുന്ന ഓരോ ടൂളിന്റെയും ഓപ്ഷൻസ് ആണ് ഇവിടെ ഈ കാണുന്നത്. അതുകൊണ്ട് ഈ ബാറിനെ ഓപ്ഷൻസ് ബാർ എന്ന് പറയുന്നു. അതുപോലെ വർക്ക് സ്പേസിന്റെ വലതുഭാഗത്തായി കാണുന്ന ഈ വിൻഡോകളെ പാലറ്റ്സ് എന്നാണ് പറയുന്നത്. നാം ചെയ്യുന്ന വർക്കിനെ മോഡിഫൈ ചെയ്യുന്നതിനാണ് ഈ പാലറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇവയെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ഫോട്ടോഷോപ്പ് വിൻഡോയിൽ ടൂൾ ബോക്സും പാലറ്റ്സും ഹൈഡായി കിടന്നാൽ വിൻഡോ മെനുവിൽ വർക്ക് സ്പേസ് എന്ന ഓപ്ഷനിൽ ഡീഫോൾട്ട് വർക്ക് സ്പേസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള വർക്ക് സ്പേസ് ലഭിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഡീഫോൾട്ട് വർക്ക് സ്പേസ്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഫയൽ മെനുവിൽ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+N എന്ന് പ്രസ് ചെയ്താലും മതി. നമുക്ക് ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിൻഡോയെ ന്യൂ ഡോക്യുമെന്റ് ഡയലോഗ് ബോക്സ് എന്നാണ് പറയുന്നത്. ഈ ബോക്സിൽ നമുക്ക് ന്യൂ ഡോക്യുമെന്റിനെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. നെയിം എന്ന് എഴുതിയിരിക്കുന്ന ഈ ഓപ്ഷന് നേരെ നമുക്ക് ന്യൂ ഡോക്യുമെന്റിന് പേര് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ ഫോട്ടോ എന്ന് പേര് കൊടുക്കാം. ഇതിന് താഴെയായി പ്രസന്റ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഡോക്യുമെന്റിന് ആവശ്യമായ സൈസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് ഡോക്യുമെന്റിന്റെ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവയുടെ യൂണിറ്റ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഒരു ഡോക്യുമെന്റിന്റെ ക്ലാരിറ്റി അതിന്റെ റെസൊല്യൂഷനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പ്രിന്റിംഗ് ആവശ്യങ്ങൾക്കായി സാധാരണയായി 300 പിക്സൽ പെർ ഇഞ്ചെങ്കിലും റെസൊല്യൂഷൻ വേണ്ടതാണ്. എന്നാൽ മോണിറ്ററിൽ കാണുന്നതിനായി റെസൊല്യൂഷൻ 72 ആയാലും മതി. ഒരു സ്ക്വയർ ഇഞ്ചിനുള്ളിലെ വർണ്ണബിന്ദുക്കളുടെ എണ്ണത്തെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് താഴെ നമുക്ക് ഡോക്യുമെന്റിന്റെ കളർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ബിറ്റ് മാപ്പ്, ഗ്രേ സ്കെയിൽ, RGB, CMYK, ലാബ് കളർ എന്നിങ്ങനെ വിവിധ കളർ മോഡുകൾ നമുക്ക് കാണാവുന്നതാണ്. പ്രിന്റിംഗ് ആവശ്യങ്ങൾക്കായി CMYK കളറാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. വെബിലേക്കും മറ്റും RGB കളർ ഉപയോഗിക്കുന്നു. ഈ കളർ മോഡുകൾ നമുക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷവും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. ഇനി OK ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ ഡോക്യുമെന്റ് ലഭിക്കുന്നതാണ്. നമുക്കിനി OK ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ന്യൂ ഡോക്യുമെന്റ് വന്നിരിക്കുന്നതായി കാണാം. ഇവിടെ ഡോക്യുമെന്റിന്റെ മുകളിലായി നാം കൊടുത്ത ഫോട്ടോ എന്ന പേരും അതുപോലെ അതിന്റെ കളർ മോഡും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡോക്യുമെന്റിന്റെ വലതുഭാഗത്തായി മിനിമൈസ് ചെയ്യുന്നതിനും റീസ്റ്റോർ ചെയ്യുന്നതിനും
ക്ലോസ് ചെയ്യുന്നതിനുള്ള ബട്ടണുകളുണ്ട്. ഡോക്യുമെന്റിന്റെ താഴെയായി കാണുന്ന ഈ ഭാഗത്തെ സ്റ്റാറ്റസ് ബാർ എന്നാണ് പറയുന്നത്. സ്റ്റാറ്റസ് ബാറിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡോക്യുമെന്റിന്റെ അപ്പോഴത്തെ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ഒരു ഇമേജിനെ ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇമേജിനെ ഓപ്പൺ ആക്കുന്നതിനായി ഫയൽ മെനുവിൽ ഓപ്പൺ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ Ctrl O എന്ന് പ്രസ് ചെയ്താലും മതി. നമുക്ക് ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇമേജ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഫോട്ടോകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ മൈ ഡോക്യുമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് മൈ പിക്ചേഴ്സ് എന്ന ഈ ഫോൾഡറിൽ നിന്നും നമുക്ക് ആവശ്യമായ ഇമേജുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും ഇമേജിന്റെ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിനായി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഓപ്പൺ ആക്കേണ്ട ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെയുള്ള ഓപ്പൺ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഇമേജ് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആകുന്നതാണ്. ഒന്നിലധികം ഇമേജുകൾ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. ഒന്നിലധികം ഇമേജുകൾ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആക്കുന്നതിനായി കീബോർഡിൽ Ctrl കീ പ്രസ് ചെയ്ത് ഓരോ ഇമേജിലും മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ എത്ര ഇമേജുകൾ വേണമെങ്കിലും ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. ഇങ്ങനെ ഇമേജുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഫോട്ടോഷോപ്പിന്റെ പ്രവർത്തന വേഗതയെ അത് ബാധിക്കും. നമുക്കിപ്പോൾ ഇവിടെ കാണുന്ന ഈ 3 പിക്ചറുകൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഓപ്പൺ ചെയ്ത 3 പിക്ചറുകളും ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നാം ക്ലിക്ക് ചെയ്തിരിക്കുന്ന ഈ പിക്ചറാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. ഇങ്ങനെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ പിക്ചറിനെയും ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഫോട്ടോഷോപ്പിലേക്ക് ഒരു ഇമേജിനെ ഓപ്പൺ ആക്കുന്നതിനുള്ള മറ്റൊരു ഓപ്ഷനാണ് ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നത്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് സ്കാനർ, ഡിജിറ്റൽ ക്യാമറ തുടങ്ങിയവയിൽ നിന്ന് നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ഇമേജുകൾ ഓപ്പൺ ആക്കാവുന്നതാണ്. അവയെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അതുപോലെ ഒരു ഡോക്യുമെന്റിനുള്ളിലേക്ക് ഒരു ഇമേജിനെ ഓപ്പൺ ആക്കുന്നതിനുള്ള ഓപ്ഷനാണ് ഫയൽ മെനുവിൽ തന്നെയുള്ള പ്ലേസ് എന്നത്. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം പ്ലേസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നാം ഓപ്പൺ ചെയ്ത ഇമേജ് ഈ ഡോക്യുമെന്റിനുള്ളിലേക്ക് ഓപ്പൺ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ വിവിധ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് പലതരം ഇമേജുകളെ ഓപ്പൺ ആക്കാവുന്നതാണ്.